Good morning. Okay, Afsana, good morning. Charanya, Jishna, good morning. Okay, Devshree, very good morning. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് മെഡിക്കൽ റെക്കോർഡ്? അതൊരു ലീഗൽ റെക്കോർഡാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് പേഷ്യൻസിനും കൺസൾട്ടൻസിനും മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും എന്തിനു പറയുന്നു, ഹോസ്പിറ്റലിന് വരെ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്, അവർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു റെക്കോർഡാണ് എന്ത്? മെഡിക്കൽ റെക്കോർഡ് അല്ലെ? പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സ്റ്റാൻഡേർഡ്? പിന്നെ ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സംവിധാനം, പിന്നെ 6 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ പൊതുവെ ID നമ്പർ ആയിട്ട് കൊടുക്കുന്നത് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, അത് ഇൻപേഷ്യന്റിന്റെ ഔട്ട് പേഷ്യന്റിന്റെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ എവിടെയാണ് അത് റിസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫയൽ ചെയ്ത് വെക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹെൽത്ത് സെന്റർ ഹോസ്പിറ്റലിലോട്ട് ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നത് റെഫറൽ ലെറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. പിന്നെ റെഫറൽ ലെറ്റർ ഇത്ര 3 കോപ്പീസ് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോംസ്, അതും 3 കോപ്പീസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോപ്പി നമ്മൾ കാഷ്വാലിറ്റി ഫോമിൽ സൂക്ഷിക്കും, ഒരു കോപ്പി നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ ഒരു ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യും മരുന്നുകൾ ലഭിക്കാനായിട്ട്, മറ്റൊരു കോപ്പി വന്നിട്ട് പേഷ്യന്റ് അവരുടെ കൈവശം വയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. വായിച്ചൊക്കെ നോക്കിയോ നിങ്ങൾ? അത്രയും ഭാഗം വരെ വായിച്ചു നോക്കിയോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, വായിച്ചു നോക്കണോടൊപ്പം തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വായിച്ചു നോക്കുക, നല്ലപോലെ മനസ്സിലാക്കാം, എന്നിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ആ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് നോക്കാം. അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ, ഓൺ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് അഡ്മിഷൻ ഓഫീസ് ആണ് കേട്ടോ. അഡ്മിഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാന്ന് നോക്കാം. ദ അഡ്മിഷൻ ഓഫീസ് വിൽ ബി ഇൻ വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഒരു അഡ്മിഷൻ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെപ്പോഴും എന്താണ്, 24 അവറും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവിടെ പറയുന്നത്, വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക്. കാര്യം എന്താണ്, എപ്പോ വേണമെങ്കിലും ഏതൊരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ അഡ്മിഷൻ വരാം, അത് അഡ്മിറ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഓഫീസ് എപ്പോഴും എന്താണ്, 24 അവറും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേട്ടോ. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോണ്ട് ആൻഡ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഈസ് എനി ആബ്സെൻസ് ഓഫ് എ പേഷ്യൻസ് റിലേറ്റീവ്. അതായത് ഒരു അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റികളാണ് അവിടെ പറയുന്നത്. ഒരു അഡ്മിഷൻ ഓഫീസർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്? എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ് പോയിന്റ്, അഡ്മിഷൻ ഓഫ് പേഷ്യൻസ് അല്ലെ? പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാം, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ എന്താണ്, മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോണ്ട്. അതായത് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ബെഡ് ഒക്യുപ്പൻസി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. നമ്മളല്ല അഡ്മിഷൻ ഓഫീസ്, അതായത് അവിടെ എത്ര ബെഡുകൾ അവൈലബിൾ ആണ്, എത്ര ബെഡുകൾ ഒക്യുപ്പൈഡ് ആണ്, ഇനി എത്ര ബെഡുകൾ ബാക്കിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബെഡ് ഒക്യുപ്പൻസി ബോർഡ് ഉണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം ആളുകൾ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെടും, ചിലർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ടാവാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ബെഡുകൾ എത്ര എണ്ണം അവൈലബിൾ ആണ്, ഇനി എത്ര പേഷ്യൻസ് അതിൽ ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബെഡുകൾ എത്ര, ഇനി എത്ര ബാലൻസ് ഉണ്ട്. കാര്യം നമ്മൾ അഡ്മിഷൻ പറഞ്ഞു കഴിയുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം, ബെഡ് അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ബെഡ് ഒക്യുപ്പൻസി ബോർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ബെഡുകൾ ഒഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒക്യുപ്പൈഡ് ആവുന്നതിനനുസരിച്ച്
കൃത്യമായിട്ട് ആ ബോർഡിൽ നമ്മളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതായത് കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം. ഇതൊക്കെ അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. പിന്നെ എന്താണ്? സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഇസ് എനി ആബ്സെൻസ് ഓഫ് ദ പേഷ്യന്റ് റിലേറ്റഡ്. അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ പ്രോപ്പർട്ടീസുകൾ വളരെ സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതെങ്ങനെയാണെങ്കിലും ഇപ്പൊ പേഷ്യൻസിനോടൊപ്പം മറ്റാരും ഇല്ലാതിരിക്കട്ടെ, അവരുടെ റിലേറ്റീവ്സോ കാര്യങ്ങളോ ആരും ഇല്ലാത്ത സമയത്ത് ഇല്ലായെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസും മറ്റും അവരുടെ സാധനങ്ങളും സാമഗ്രികളൊക്കെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? അഡ്മിഷൻ ഓഫീസിനാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ അഡ്മിഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി? ഒന്ന്, അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്. രണ്ടെന്താണ്? മെയിന്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. മൂന്നാമത്തെ എന്താണ്? സേഫ് കീപ്പിംഗ് ദ പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഈസ് എനി ആബ്സെൻസ് ഓഫ് ദെയർ റിലേറ്റീവ്സ്. അവരുടെ റിലേറ്റീവ്സ് ആരും തന്നെ അവരുടെ കൂടെ ഇല്ലാതുണ്ടെങ്കിൽ ഈ പറയുന്ന പേഷ്യന്റിന്റെ പ്രോപ്പർട്ടീസുകൾ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? അഡ്മിഷൻ ഓഫീസിനാണ് ഉള്ളത്. ക്ലിയർ ആയത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അഡ്മിഷൻ ഓഫീസ് എന്താണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് ഡയറക്റ്റ് അഡ്മിഷൻ ആണ് കേട്ടോ. ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് പെട്ടെന്ന്, അതായത് പ്രീപ്ലാൻഡ് ആയിട്ട് വന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാര് പെട്ടെന്ന് തന്നെ അതായത് മുൻകൂട്ടി നമ്മൾ അഡ്മിഷൻ പ്ലാൻഡ് ആണ്, അങ്ങനെ വന്ന് അഡ്മിറ്റ് ആവുന്ന കേസുകൾ, അതാണ് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് പുതിയ ഹോസ്പിറ്റലിൽ വന്ന് ഓൾറെഡി അഡ്മിഷൻ ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. The ward manager in charge is liable for registering the case in the admission office within 2 hours of the patient's admission to the ward. അതായത് ഡയറക്റ്റ് അഡ്മിഷൻ ആണെന്ന് പറഞ്ഞു, നേരിട്ട് വന്ന വാർഡിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു. പ്രീ പ്ലാൻഡ് ആയിരിക്കും അഡ്മിഷൻ, അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഡയറക്റ്റ് വന്ന് അവരെന്ത് ചെയ്യാണ്? അഡ്മിറ്റ് ആവാറ്. അങ്ങനെ ഒരു വാർഡില് അഡ്മിഷൻ എടുക്കുന്ന ഒരു പേഷ്യന്റിന് വിത്തിൻ 2 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ ഓഫീസിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? വാർഡ് മാനേജർക്കാണ് ഉള്ളത്. പറഞ്ഞ് മനസ്സിലായോ? അതായത് വാർഡില് ഡയറക്റ്റ് ആയിട്ട് വന്ന് അഡ്മിഷൻ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് വിത്തിൻ 2 hours, എത്ര മണിക്കൂറാണ്? 2 മണിക്കൂറിനുള്ളിൽ തന്നെ അത് അഡ്മിഷൻ ഓഫീസിൽ പോയി അത് രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ്? വാർഡ് മാനേജറാണ്. അതൊരു വാർഡുകളിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വാർഡ് മാനേജറാണ് ആ ഒരു പേഷ്യന്റിന്റെ അഡ്മിഷൻ അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അല്ലാണ്ട് അവര് ചിലപ്പോൾ നേരിട്ട് ഒരു അഡ്മിഷൻ ഓഫീസിലോട്ട് വരുന്നുണ്ടാവില്ല. പകരം നേരിടുന്നതായിരിക്കും. നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വാർഡിൽ വന്ന് അവര് പെട്ടെന്ന് അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻസ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് വിത്തിൻ 2 hours, 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ കേസ് അഡ്മിഷൻ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം. ആരാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലയബിലിറ്റി? ആൾക്കാണ്? വാർഡ് മാനേജർക്ക്. ഏത് വാർഡിലാണോ ഒരു അഡ്മിറ്റ് ആയി ആ വാർഡ് മാനേജർ പോയിട്ട് ആ കേസ് അഡ്മിഷൻ ഓഫീസിൽ പോയി എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. കാര്യം ഇത് ഡയറക്റ്റ് അഡ്മിഷനാണ്. അതായത് അഡ്മിഷൻ ഓഫീസിൽ വന്ന് അങ്ങനെ അഡ്മിറ്റ് ആവുന്നതല്ല, നേരിട്ട് തന്നെ പെട്ടെന്ന് വന്ന് വാർഡിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പൊ അത് നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. Dash is liable for registering the case in the admission office within 2 hours of the patient admission to the ward. ആരാണ് അതിന്റെ ഉത്തരവാദിത്തം? വാർഡ് മാനേജർക്കാണ് കേട്ടോ. അതുപോലെ എത്ര മണിക്കൂറിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്? വിത്തിൻ 2 hours, 2 മണിക്കൂറിനുള്ളിൽ അത് ആ കേസ് അഡ്മിഷൻ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സമയം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് കേട്ടോ. അബ്സ്കോണ്ട് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? ഒളിച്ചോടുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അതായത് ആരും അറിയാതെ ഹോസ്പിറ്റലിൽ വിട്ടുപോകുന്ന ആളുകളുണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ കാര്യം എങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. നോക്കാം. അബ്സ്കോണ്ടഡ് പേഷ്യൻസ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇൻഫർമേഷൻ അബൌട്ട് absconded patients who ran away must be recorded in the patient's file with the details regarding the date and time the patient was found to be missing from the ward. അപ്പൊ നമ്മൾ അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന, അതായത് ഒളിച്ചോടി പോകുന്ന, പ്രത്യേകിച്ച് ആരോടും ഒന്നും ഇൻഫോം ചെയ്യാണ്ട് എന്താണ് ഹോസ്പിറ്റലിൽ നിന്നും പോകുന്ന ആൾക്കാരുണ്ടോ? പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെയാണ് നമ്മൾ അബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ വിവരങ്ങള് നമ്മൾ അവരുടെ ഫയലിനകത്ത്
കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. അത് എങ്ങനെ റെക്കോർഡ് ചെയ്യണം? വിത്ത് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഡേറ്റ് ആൻഡ് ടൈം ദ പേഷ്യന്റ് വാസ് ഫൗണ്ട് ടു ബി മിസ്സിംഗ് ഫ്രം ദ വാർഡ്. അതായത് അവരുടെ വാർഡിൽ നിന്നും കാണാതായതായിട്ട് കണ്ടെത്തുന്ന ടൈമും ഡേറ്റും പ്രത്യേകം സ്പെസിഫൈ ചെയ്തുകൊണ്ട് തന്നെ അത് അവരുടെ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, നമ്മളൊരു പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്കൊരു റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ രോഗി അബ്സ്കോണ്ട് ചെയ്ത് പോവാണ്, ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ വിട്ടു പോവാണ്. അപ്പൊ എപ്പോഴാണോ അവര് വാർഡിൽ നിന്ന് മിസ്സായത്, അത് മിസ്സായതായിട്ട് കണ്ടെത്തുന്ന ആ ടൈമും ഡേറ്റും അനുസരിച്ച് കൃത്യമായിട്ട് അവരുടെ റെക്കോർഡിനകത്ത് അത് രേഖപ്പെടുത്തി വെക്കണം. ഇന്ന പേഷ്യന്റ് ഇന്ന ദിവസം മുതൽ ഇത്ര സമയം തൊട്ട് കാണാതായി, അതിന്റെ അബ്സ്കോണ്ടഡ് പേഷ്യന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ റെക്കോർഡിനകത്ത് എന്ത് ചെയ്ത് വെച്ചിരിക്കണം, രേഖപ്പെടുത്തി വെച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, ദ ട്രീറ്റിംഗ് ഫിസിഷ്യൻ മസ്റ്റ് നോട്ട് ആൻഡ് സൈൻ ദ റെക്കോർഡ് പ്രോപ്പർലി. അതുപോലെ ആ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആരാണോ അവരത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തി ഇൻ അബ്സ്കോണ്ടഡ് പേഷ്യന്റ് ആണ്, ഇന്ന ദിവസം ഇന്ന സമയം തൊട്ട് അവര് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ പ്രത്യേകം നോട്ട് ചെയ്ത് അവരെ സൈൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്, ദ മാറ്റർ ടു ബി കൺവേഡ് ടു ദ പോലീസ്. എത്രയും പെട്ടെന്ന് ഈ ഒരു വിവരം ആരെ അറിയിക്കാം, പോലീസിനെ അറിയിക്കാം. ഓക്കെ, അപ്പൊ അബ്സ്കോണ്ടഡ് പേഷ്യൻസിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന പേഷ്യന്റിന്റെ വിവരങ്ങൾ അവരെപ്പോ തൊട്ട് കാണാതായി എന്നുള്ള ആ ടൈമും ഡേറ്റും അനുസരിച്ച് അവരുടെ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കണം. അതിനുള്ള ഉത്തരവാദിത്തം അവരെ കൺസൾട്ട് ചെയ്യുന്ന, അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കാണ്. ആ ഡോക്ടർ അത് പ്രത്യേകം നോട്ട് ചെയ്ത് അത് സൈൻ ചെയ്തിരിക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ വിവരം ആരെ അറിയിക്കണം, പോലീസിനെ അറിയിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? അബ്സ്കോണ്ടഡ് പേഷ്യൻസിന്റെ കേസിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നോക്കാം കേട്ടോ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അഥവാ AMA. AMA ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, അങ്ങനെ മോർണിംഗ്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. അതായത് ചില പേഷ്യൻസ് നമുക്കറിയാം, ഇത് നിങ്ങൾക്ക് AMA ഒക്കെ എന്താണെന്ന് അറിയാം. പേഷ്യൻസ് ചിലപ്പോൾ എന്താണ് ഡോക്ടറുടെ എന്താ പറയുക നിർദ്ദേശത്തിന് വിപരീതമായിട്ട് അവർ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ലീവ് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അങ്ങനെയുള്ളവരുടെ എന്താണ് നമ്മൾ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ് നമ്മളവിടെ രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത്. നോക്കുക, ദ പേഷ്യന്റ് ഹു ഡിസ്ചാർജ് ദംസെൽസ് ഫ്രം എ ഹോസ്പിറ്റൽ against the advice of their treating physicians. Okay, there is a good morning. Should be treated as a discharged. Underline ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്, the patient who discharged themselves from a hospital against the advice of their treating physicians should be treated as a discharged. അപ്പോ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് സ്വയം ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻസ് എന്ന് വെച്ചാൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ലാമ പേഷ്യൻസ് ആണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഡിസ്ചാർജ്ഡ് ആയിട്ട് തന്നെ കണക്കാക്കണം. ഡിസ്ചാർജ്ഡ് എന്നുള്ള രീതിയിൽ വേണം അവരുടെ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തി വെക്കാനായിട്ട്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോ ലാമ പേഷ്യൻസിന്റെ കേസ് ആണെങ്കിൽ, അതായത് ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അത് നമ്മൾ അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ ഡിസ്ചാർജ്ഡ് ആയിട്ട് തന്നെ കണക്കാക്കണം. അങ്ങനെ ഡിസ്ചാർജ്ഡ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, അതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താണ്, ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ ദാറ്റ് the signature or the patient or his or her nearest relative is obtained in the specified form. അതോടൊപ്പം എന്തുകൂടെ ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുവിന്റെയോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെയോ കൃത്യമായിട്ടുള്ള സിഗ്നേച്ചർ ആ സ്പെസിഫൈഡ് ഫോമിനകത്ത് വാങ്ങിച്ചിരിക്കണം. അതായത് നമ്മൾ അങ്ങനെ ഒരു പേഷ്യന്റ് ഇപ്പൊ ഡോക്ടർ ഇത്ര ദിവസം അഡ്മിറ്റ് ആയി കിടക്കാനും ട്രീറ്റ്മെന്റ് എടുക്കാനും ചിലപ്പോൾ പേഷ്യന്റിനോട് പറയും. പക്ഷെ പേഷ്യന്റിന് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് ലാമ എഴുതി കൊടുക്കും. അതായത് ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതൊക്കെ നമ്മൾ പബ്ലിക് റിലേഷനിൽ പഠിച്ചിട്ടുണ്ട്. അതിന് ഫോം അവർക്ക് കൊടുക്കും. എന്നിട്ട് ആ ഫോമില് പേഷ്യന്റിന്റെ പേര് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സൈനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. കാര്യം എന്താന്ന് വെച്ചാൽ പിന്നീട് ഇവര് പോയതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആരോപണങ്ങൾ ആരുടെ മേത്ത് വരാൻ പാടില്ല. ഹോസ്പിറ്റലിന്റെ എന്താ പറയാ, ഹോസ്പിറ്റലിൽ വരാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഒന്നില്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ കൃത്യമായിട്ടുള്ള സിഗ്നേച്ചർ വാങ്ങിയിരിക്കും. ആ ഒരു സ്പെസിഫൈഡ് ഫോമും കൂടെ ആ റെക്കോർഡിനോടൊപ്പം ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ സൂക്ഷിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? അപ്പൊ ലാമ പേഷ്യന്റിന്റെ ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം. നോക്കാം, എനി പേഷ്യന്റ് who
who wants to make a statement before his death, such statements should be recorded in the patient's file in the presence of a magistrate. എല്ലാം ചെയ്ത് വെക്കാം കേട്ടോ, in the presence of a magistrate. അതായത് ഇപ്പൊ ചില പേഷ്യൻസ് അവർക്ക് മരണമൊഴി കൊടുക്കാനുണ്ടായി അല്ലെ, മരണമൊഴി, അതായത് ഇപ്പൊ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സോ കാര്യങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ അവരുടെ മെഡിക്കൽ റെക്കോർഡിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം. അതും ആരുടെ സാന്നിധ്യത്തിലാണ്? ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളോട് ചോദിക്കാം, ഒരു പേഷ്യന്റ് മരണമൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആരുടെ പ്രസൻസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ആരുടെ പ്രസൻസിലാണ്? ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. ഇനിയിപ്പോ മജിസ്ട്രേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ, മജിസ്ട്രേറ്റിന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? The declaration can be recorded in the presence of 3 persons that include treating physician, nurse, and the hospital administrator officer. അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പൊതുവെ നമ്മൾ മരണമൊഴി രേഖപ്പെടുത്തേണ്ടത് ആരുടെ സാന്നിധ്യത്തിലാണ്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. ഇത് ഏതെങ്കിലും കാരണവശാല് മജിസ്ട്രേറ്റ് ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തില് 3 പേരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ആ ഡിക്ലറേഷൻ റെക്കോർഡ് ചെയ്യുന്നത്. ആരൊക്കെയാണ് 3 പേരെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ട്രീറ്റിംഗ് ഫിസിഷ്യൻ, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ. പിന്നെ നഴ്സ്, അതായത് ഹെഡ് നഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ ചികിത്സിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നഴ്സ്. പിന്നെന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവോ ആരെങ്കിലും ഉണ്ടാക്കി. അങ്ങനെ ഇവരുടെ 3 പേരുടെ സാന്നിധ്യത്തിലാണ് മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കട്ടോ. ശരിക്കും നമ്മൾ ഒരു മരണമൊഴി രേഖപ്പെടുത്തേണ്ട ആരുടെ സാന്നിധ്യത്തിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് മജിസ്ട്രേറ്റ് ആണ്. ഇനി ചോദ്യത്തിൽ ശ്രദ്ധിക്കണം, ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള 3 പേരാണ് അവിടെ നോക്കേണ്ടത്. ആരൊക്കെയാണ്? ട്രീറ്റിംഗ് ഫിസിഷ്യൻ, നഴ്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇതൊക്കെ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളാണ് കേട്ടോ. അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ സംവിധാനത്തെ പറ്റിയൊക്കെ പറഞ്ഞു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. ആക്സിഡന്റ് എമർജൻസി കേസിന്റെ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകം രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അതുപോലെ എത്ര ഡിജിറ്റ് നമ്പർ ആണ് നിങ്ങൾ സാധാരണ ഐഡന്റിറ്റി നമ്പർ ആയിട്ട് ഉപയോഗിക്കുന്നത്? എത്ര ഡിജിറ്റ് നമ്പർ ആണെന്നാ പറഞ്ഞത്? എത്ര ഡിജിറ്റ് നമ്പർ ആണ്? ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എത്ര ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്പറിംഗ് സിസ്റ്റത്തില്? 6 ഡിജിറ്റ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അവസാനം ആവണി 6 ഡിജിറ്റ് നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. ഒരു പേഷ്യന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് അഥവാ PMI എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലുകളും കൃത്യമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ പാലിച്ചിരിക്കണം. 2 കാര്യങ്ങൾ ഒഴികെ, 2 സാഹചര്യങ്ങളിൽ ഒഴികെ എന്ന് പറഞ്ഞു. ഇതൊക്കെ 2 സാഹചര്യങ്ങള്, ഒന്ന് ലേബറും മറ്റൊന്ന് എമർജൻസി അല്ലെ. ആ 2 സാഹചര്യങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷനിലും അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉപയോഗിച്ചിരിക്കണം. അതൊക്കെയാണ് നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞു, അത് ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിന്റെയും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതും ഫയൽ ചെയ്യുന്നത് 2 രീതിയിലാണെന്ന് നമുക്ക് പറഞ്ഞു. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇൻപേഷ്യന്റിന്റെ എവിടെയാണ് സ്വീകരിക്കുന്നത്, ഏത് രീതിയിലാണ് അതിന് ഫയൽ ചെയ്ത് വെക്കുന്നത്. ഇനി ഔട്ട് പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആരാണ് റിസീവ് ചെയ്യുന്നത്, എവിടെയാണ് അത് ഫയൽ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ റെഫറൻസ് സംവിധാനം പറയുമ്പോൾ 3 ഫോമുകൾ ജനറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതിൽ ഓരോ ഫോമുകൾ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് സൂക്ഷിക്കുന്നത് അതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി ഫോമുകളും അങ്ങനെ തന്നെയാണ്. ആ ഭാഗങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇന്ന് നമ്മൾ പഠിച്ചത് അഡ്മിഷൻ ഓഫീസ് എന്താണ്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ 3 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ അബ്സ്കോണ്ട് ചെയ്യുന്ന പേഷ്യന്റിന്റെ ആണെങ്കിൽ അതും നമ്മൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തും. അബ്സ്കോണ്ടഡ് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തും. അത് കൃത്യമായിട്ട് ഡോക്ടർ സൈൻ ചെയ്ത് വെക്കണം. ആ വിവരം എത്രയും പെട്ടെന്ന് നമ്മൾ എന്താ പറയുക പോലീസിനെ അറിയിക്കണം. ഇതിന്റെ ലാമ പേഷ്യന്റിന്റെ കേസിൽ അത് ഡിസ്ചാർജ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അതോടൊപ്പം അവരുടെ സമ്മതപത്രവും അതിന്റെ റെഫറൻസ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു മരണമൊഴി രേഖപ്പെടുത്തേണ്ടത് ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. മജിസ്ട്രേറ്റ് ഇല്ല എങ്കിൽ മാത്രം ട്രീറ്റിംഗ് ഫിസിഷ്യൻ, നഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇവരുടെ 3 പേരുടെ സാന്നിധ്യത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെയാണ് നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുന്നത് കേട്ടോ.
അവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് കടക്കാം. ഓക്കെ, അടുത്തതിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഇവിടെയൊക്കെ പഠിക്കുന്നത് ഒരു മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കുറെ പോളിസികളും പ്രൊസീജിയറുകളാണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. അതായത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കംപ്ലീഷൻ, അതിന്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, physicians have to complete the records before the discharge of a patient wherever possible. ആ ഫിസിഷ്യൻസ് എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു കേട്ടോ. എന്താണ് പറയുന്നത്? physicians have to complete the records before the discharge of a patient wherever possible. അതായത് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഫിസിഷ്യൻസിനാണ്. ഓക്കെ, അത് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവരാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതും എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം? ആ ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡ് കഴിയുന്നതും എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്ത്. ഇത് പറഞ്ഞ വേറെവർ പോസിബിൾ, കഴിയാവുന്നിടത്തോളം മാക്സിമം എന്ത് ചെയ്യണം? ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തു. ആരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ്. ഓക്കെ, ചോദിക്കാട്ടോ. ഡാഷ് ഹാവ് ടു കംപ്ലീറ്റ് ദ റെക്കോർഡ് ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് എ പേഷ്യന്റ്. ആരാണ്? ഫിസിഷ്യൻ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. അതർവൈസ് they have to visit the medical record department continually to inspect all these discharged records for completion. അപ്പൊ നമ്മൾ പറഞ്ഞു, അതായത് പരമാവധി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ സാധിച്ചില്ലാന്നിരിക്കും, അതായത് നമുക്കിപ്പോ ഡിസ്ചാർജ് ചെയ്ത് പോയി, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി, പക്ഷെ അവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് അല്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫിസിഷ്യൻസ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ആ ഡിസ്ചാർജ്ഡ് റെക്കോർഡ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അവര് ചെയ്തിരിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് ഒരിക്കലും അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ പാടില്ല. പരമാവധി ഡിസ്ചാർജിന് മുമ്പായിട്ട് തന്നെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവരുടെ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ആര് തന്നെയാണ് ചെയ്യുന്നത്? ഫിസിഷ്യൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. പേഷ്യന്റ് റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. 30 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കേട്ടോ. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് 30 ദിവസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല. നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം? 30 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു മെഡിക്കൽ റെക്കോർഡ് 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിൽ കൂടുതൽ ദിവസം, 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടുള്ളതല്ല. മനസ്സിലായോ? 3 കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഫിസിഷ്യൻ ആണ്. ഇനി അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയാലും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവരുടെ ഡിസ്ചാർജ് റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഫിസിഷ്യനുണ്ട്. പിന്നെ 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ അതാണ് കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ്. ഓക്കെ, അടുത്തതാണ്
കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡിന്റെ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കോഡിങ്ങിനെ പറ്റിയിട്ടാണ്. നോക്കുക, all the patient records that include outpatient and inpatient cases have to code according to the latest international classification of disease and operations. ഈ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിനെ നമ്മൾ ചുരുക്കി എന്ത് പറയും? ICD എന്ന് പറയും കേട്ടോ. എഴുതി വെച്ചോളൂ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇതുപോലെ നമുക്ക് ചുരുക്കി എന്ത് എഴുതാം? ICD എന്ന് എഴുതാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കും, മറ്റേ ക്വാളിറ്റി അഷുറൻസിലൊക്കെ വരുന്നുണ്ട്, ICD എന്നും പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ICDയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. എന്താണ് സംഭവം? അതായത് നമ്മൾ ഈ പറയുന്ന അസുഖങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, നടപടിക്രമങ്ങള്, ഇതെല്ലാം തന്നെ നമ്മൾ എന്താണ് കോഡ് രൂപത്തില്, അതായത് അവയെല്ലാം തന്നെ നമ്മൾ തരംതിരിക്കുന്നതിന് ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനദണ്ഡമാണ് ICD കോഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? ICD കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാം കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ എന്താ പറയാ അസുഖങ്ങളായിക്കോട്ടെ, അവരുടെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, അതെല്ലാം തന്നെ തരംതിരിക്കുന്നതിനായിട്ട് ഗ്ലോബലി, അതായത് ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കോഡിംഗ് മാനദണ്ഡമാണ് ICD എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന് പറയും. അപ്പോ ഇതിലിവിടെ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സ്, അതിപ്പോ ഔട്ട് പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, ഇൻപേഷ്യൻസിന്റെ ആയിക്കോട്ടെ, എല്ലാവരുടെയും മെഡിക്കൽ റെക്കോർഡ്സുകൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD കോഡിംഗ് ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് എല്ലാ ഔട്ട് പേഷ്യൻസിന്റെയും ഇൻപേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡുകൾ ലേറ്റസ്റ്റ് ICD കോഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് കോഡ് ചെയ്തിരിക്കണം. കോഡ് ചെയ്തിരിക്കണം ഓരോരുത്തരുടെ, ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെയും മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കണം? കോഡ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെന്താണ്? ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് മെഡിക്കൽ സർവീസസ് ആൻഡ് എക്വിപ്മെന്റ് ഇൻടു യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫാ ന്യൂമറിക് കോഴ്സ്. അതായത് അവര് ചെയ്യുന്ന ഡയഗ്നോസിസ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റുകൾ ആയിക്കോട്ടെ, പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ സേവനങ്ങൾ ആയിക്കോട്ടെ, അവരുടെ പരിചരണത്തിൽ ഉൾപ്പെടുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ആയിക്കോട്ടെ, എല്ലാത്തിനെയും നമ്മൾ ആൽഫാ ന്യൂമറിക് കോഡ് ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കണം. എല്ലാത്തിനും കോഡ് ഉണ്ട്. അസുഖങ്ങൾക്ക് മാത്രമല്ല, അവിടെ വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സിനും, ട്രീറ്റ്മെന്റ്സിനും, മെഡിക്കൽ എക്യുപ്മെന്റ്സിനും, ഹെൽത്ത് കൊടുക്കുന്ന സേവനങ്ങൾക്ക് എല്ലാത്തിനും എന്തുണ്ട്? ആൽഫാ ന്യൂമറിക് കോഡുകൾ ഉണ്ട്. ആ കോഡുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ മെഡിക്കൽ റെക്കോർഡിനായിട്ട് രേഖപ്പെടുത്താൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ശരി. നെക്സ്റ്റ് വരുന്നതാണ് മിസ്സിംഗ് റെക്കോർഡ്സ് കേട്ടോ. റെക്കോർഡ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് കേട്ടോ? റെക്കോർഡിൽ ചിലപ്പോൾ മിസ്സാകാലോ, അപ്പൊ എന്താണ് ചെയ്യേണ്ടത് കേട്ടോ? നോക്കുക, some percentage of files do not find in the specific place where they are assumed to be. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണല്ലേ. നമുക്കറിയാം റെക്കോർഡിൽ ചിലപ്പോൾ പക്ഷെ നമ്മള് മിസ്സായി പോകാം. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചിലപ്പോൾ വിളിച്ച സ്ഥലത്ത് ചിലപ്പോൾ കണ്ടോളുന്നില്ല അല്ലെ. അത് മിസ്സിംഗ് കേസുകളാണ്. സോ ദിസ് കുഡ് ബി ഓയിൻ ടു നോൺ റിസീവിംഗ്, നോട്ട് കീപ്പിംഗ് ഇൻ ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് റോങ്ലി ഫയലിംഗ്. അതിന് പല റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ശരിയായ സ്ഥലത്ത് അത് കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് റോങ്ലി ഫയലിംഗ്, തെറ്റായ രീതിയിൽ നമ്മൾ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ മിസ്സായി പോവാറുണ്ട്, മിസ്സിംഗ് വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇൻ സച്ച് സർക്കംസ്റ്റൻസസ് when the patient attends either for outpatient or inpatient services, it will be difficult to provide treatment without a patient record. അപ്പൊ നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ്, ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് ഇല്ലാതെ, അതിപ്പോ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ, അവരുടെ മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാന്നുള്ളത് വളരെ എന്താ പറയുക, പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ ഒരു രോഗിക്ക് ചികിത്സ കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ the MRO might be able to get back them later, but at that stage, the only opinion left for him to create a duplicate record with a similar number and with the all earlier ID card. ആരാണ് MRO എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്നാണ് കേട്ടോ. MRD എന്ന് പറയുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. MRO എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്നാണ് കേട്ടോ. എഴുതി വെക്കാം. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്ക് വേണമെങ്കിൽ ആ മിസ്സായി പോയ റെക്കോർഡ് അവർക്ക്
ചിലപ്പോൾ തിരിച്ചു ലഭിക്കാം. പക്ഷെ ആ ഒരു സമയത്ത് മിസ്സായി പോകുമ്പോൾ അവരെന്താ ചെയ്യുക, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ പറയാ ആ ഒരു മെഡിക്കൽ, അതായത് ആ ഒരു മിസ്സായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡിന്റെ അതേ നമ്പറും അതുപോലെ ആ രോഗിയുടെ ID ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അവര് ആ സമയത്ത് ആവശ്യപ്പെടുക. അങ്ങനെയല്ലേ ചെയ്യാം, നമുക്ക് വേറെ നിവൃത്തിയില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ട്രീറ്റ്മെന്റ് മറ്റും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതേ മെഡിക്കൽ റെക്കോർഡ് നമ്പറിലും അതേ പേഷ്യന്റിന്റെ IDയിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ MRO വിത്തൗട്ട് ഫയൽ. പക്ഷെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആരാണ് കീപ്പ് ചെയ്യേണ്ടത്, മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ് കീപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് എന്ത് ചെയ്ത് വെക്കില്ല, അവര് ഫയൽ ചെയ്ത് വെക്കില്ല. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും, അത് ആര് സൂക്ഷിക്കും, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ സൂക്ഷിക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, അത് ഫയൽ ചെയ്തത് സൂക്ഷിക്കില്ല. പകരം എന്താണ്, ആൻഡ് പ്രോംപ്റ്റ്ലി ഷുഡ് ട്രേസ് ഔട്ട് ദ ഒറിജിനൽ റെക്കോർഡ്സ് ആൻഡ് കമ്പൈൻ ഓൾ ദിസ് ഫോം ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഇൻ ടു ഒറിജിനൽ റെക്കോർഡ് ആൻഡ് ദെൻ ദ റെക്കോർഡ് മസ്റ്റ് ബി ഫൈൻഡ്. അപ്പോ അതോടൊപ്പം തന്നെ ഒറിജിനൽ ഫയൽ അല്ലെങ്കിൽ ഒറിജിനൽ റെക്കോർഡ് ട്രേസ് ചെയ്യാനുള്ള, കണ്ടുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നടക്കും. അങ്ങനെ ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഉണ്ടല്ലോ അത് ഒറിജിനലുമായിട്ട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് എന്ത് ചെയ്തിരിക്കും, ഫയൽ ചെയ്ത് സൂക്ഷിക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ റെക്കോർഡ് മിസ്സാവുമ്പോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിസ്സാവുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അതേ മിസ്സായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് നമ്പറും ആ പേഷ്യന്റിന്റെ ID ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആരാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അനുമതി കൊടുക്കുന്ന മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്. അദ്ദേഹമാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് സൂക്ഷിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്ത് വെക്കുന്നില്ല, ഫയൽ ചെയ്ത് വെക്കുന്നില്ല. അതോടൊപ്പം ഒറിജിനൽ റെക്കോർഡ് ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങളും അതിനൊപ്പം നടക്കും. അങ്ങനെ ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡുമായിട്ട് അത് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്ത് ഒറിജിനൽ റെക്കോർഡ് കമ്പൈൻ ചെയ്ത് അത് ഒരുമിച്ച് എന്ത് ചെയ്ത് വെക്കുന്നത്, ഫയൽ ചെയ്ത് സൂക്ഷിക്കും. ഇതാണ് സാധാരണ മിസ്സാവുന്ന കേസിൽ ചെയ്യുന്ന പ്രൊസീജിയർ. ഈ രീതിയിലാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ, മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് നോക്കാം കേട്ടോ. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. നമ്മൾ ഓരോരോ സാഹചര്യങ്ങൾ ഇങ്ങനെ പരിശോധിക്കുകയാണ് കേട്ടോ. അബ്സ്കോണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഡാമ പേഷ്യൻസിന്റെ കേസിൽ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ് കൈകാര്യം ചെയ്യുന്നത്, കംപ്ലീഷനുമായിട്ട് മെഡിക്കൽ റെക്കോർഡിന്റെ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, മിസ്സാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതൊരു പഠിക്കേണ്ടത് എന്താ വെച്ചാല് ദ പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. ഇനി അതായത് ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ ഉള്ള പേഷ്യന്റുകൾ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഒരു പേഷ്യന്റിന് വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. നോക്കാം, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ജനറലി ഈച്ച് പേഷ്യന്റ് ഷുഡ് ഹാവ് one record and one number. Due to improper system or carelessness of the MRD staff, the patients may have more than one record. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡ്, ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡ്, അതാണ് ഇതിന്റെ ശരിയായ രീതി. അതാണ്, അത് തന്നെയാണ് സൗകര്യം. ഒരു പേഷ്യന്റിന് തന്നെ ഒരുപാട് റെക്കോർഡ് വരുമെന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ പേഷ്യന്റുകൾ ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ. അപ്പൊ പൊതുവെ എന്താണ്, ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡും ഒരു ID നമ്പറുമാണ് സാധാരണഗതിയിൽ വേണ്ടത്. പക്ഷെ ചിലപ്പോൾ MRD ഡിപ്പാർട്ട്മെന്റിന്റെ കെയർലെസ്നെസ് കൊണ്ട് ഒരു പേഷ്യന്റിന് തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എന്ത് വന്നേക്കാം, മെഡിക്കൽ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പൊ എന്ത് ചെയ്യണം നോക്കാം. ഇൻ ദാറ്റ് സർക്കംസ്റ്റൻസ് ഇറ്റ് ബിക്കംസ് കമ്പൾസറി ടു റിട്ടൈൻ വൺ റെക്കോർഡ് ബൈ ക്യാൻസലിംഗ് അതേഴ്സ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, മറ്റുള്ള റെക്കോർഡ്സുകൾ ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ഒരു റെക്കോർഡ് മാത്രം റിട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാവുന്ന പ്രൊസീജിയർ. മനസ്സിലായോ? ഒരു പേഷ്യന്റിന് ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡുകൾ വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു റെക്കോർഡിനെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്ത് കളയുക, ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ അതിനുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കേട്ടോ. നോക്കാം. The suitable procedures are to retain a record as a priority. അപ്പൊ നമുക്കറിയാം, ഒരു പേഷ്യന്റ് ഒരുപാട് മെഡിക്കൽ റെക്കോർഡ്, ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രയോറിറ്റി അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു റെക്കോർഡിനെ റിട്ടൈൻ ചെയ്യാനായിട്ട്. ഒരു റെക്കോർഡ് റിട്ടൈൻ ചെയ്യാൻ ബാക്കിയുള്ളതിനെ ക്യാൻസൽ ചെയ്യാം. ആ റെക്കോർഡിനെ നമ്മൾ റിട്ടൈൻ ചെയ്യേണ്ട റെക്കോർഡിനെ നമ്മൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്, അത് പ്രയോറിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുക്കുന്നത്. എന്തൊക്കെയാണ് നോക്കാം. ആ പ്രയോറിറ്റി ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കാം. വിച്ച് ഈസ് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്
എങ്ങനെയുള്ള റെക്കോർഡിനാണ്? മെഡിക്കോ ലീഗൽ റെക്കോർഡിനാണ്, MLC റെക്കോർഡുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു പേഷ്യന്റ് ഒരുപാട് റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം നിലനിർത്തണമല്ലോ. ആ ഒരെണ്ണം നിലനിർത്തുമ്പോൾ നമ്മൾ ആ റെക്കോർഡുകളിലെ MLC റെക്കോർഡുകളാണെങ്കിൽ, മെഡിക്കോ ലീഗൽ റെക്കോർഡുകളാണ് ഉണ്ടെങ്കിൽ അതാണ് ആദ്യം നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ഒബ്സ്ട്രക്റ്റീസ് റെക്കോർഡാണ്. ഒബ്സ്ട്രക്റ്റീസ് എന്താണെന്ന് അറിയാലോ? ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, പോസ്റ്റ് മോർട്ടം പീരീഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്. അപ്പോ രണ്ടാമത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ്. ഓക്കെ, അടുത്തത് എന്താണ്? കറന്റ്ലി അഡ്മിറ്റഡ് റെക്കോർഡ്. മൂന്നാമത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അഡ്മിഷൻ റെക്കോർഡിനാണ്, അല്ലെങ്കിൽ അഡ്മിറ്റഡ് റെക്കോർഡിനാണ് മൂന്നാമത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി ഇസ് ദ ഓൾഡസ്റ്റ് റെക്കോർഡ്. നാലാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏറ്റവും പഴയ റെക്കോർഡിനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്തിനീ പഴയ റെക്കോർഡ് സൂക്ഷിക്കണം, അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? പക്ഷെ ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്ൻസ് റിലവന്റ് ഇൻഫർമേഷൻ, ചിലപ്പോ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള പഴയ റെക്കോർഡുകളാണെങ്കിൽ അതൊരു കാരണവശാലും നമ്മൾ ക്യാൻസൽ ചെയ്യരുത്. പക്ഷെ അതിന് ഫോർത്ത് പ്രയോറിറ്റി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ ആ പ്രയോറിറ്റി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എങ്ങനെയുള്ള റെക്കോർഡിനാണ്? മെഡിക്കോ ലീഗൽ റെക്കോർഡിന്. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിന്. തേർഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അഡ്മിറ്റഡ് റെക്കോർഡിന്. ഫോർത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏത് റെക്കോർഡിനാണ്? ഓൾഡസ്റ്റ് റെക്കോർഡ്. ഓൾഡസ്റ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് ദാറ്റ് കണ്ടെയ്ൻസ് റിലവന്റ് ഡാറ്റ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി എന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്ക്? The remaining records must be cancelled and given a cross reference number. എന്നിട്ട് നമ്മൾ ആ പ്രയോറിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഒരു റെക്കോർഡ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. റിട്ടേൺ ചെയ്ത് ബാക്കിയുള്ള റെക്കോർഡ്സിനെ നമ്മൾ എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് അതിനൊരു ക്രോസ് റെഫറൻസ് നമ്പർ ഇട്ടുവെക്കുക. ക്രോസ് റെഫറൻസ് നമ്പർ എന്ന് വെച്ചാൽ നമ്മളത് ക്യാൻസൽ ചെയ്തു എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രോസ് റെഫറൻസ് നമ്പേഴ്സുകൾ ഇട്ടുകൊടുക്കണം. അത് ക്രോസ് റെഫറൻസ് നമ്പർ ഇടുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാ റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്ത റെക്കോർഡുകളാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ആ റെക്കോർഡുകൾ നമുക്ക് തിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഈ ക്രോസ് റെഫറൻസ് നമ്പേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത റെക്കോർഡിനകത്ത് വിവരങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ക്രോസ് റെഫറൻസ് നമ്പർ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ക്രോസ് റെഫറൻസ് നമ്പർ നൽകുന്നതിലൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത റെക്കോർഡിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നുമില്ല. നമുക്കിപ്പോ എന്തെങ്കിലും ആവശ്യം പിന്നീട് വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ വിവരങ്ങൾ റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്രോസ് റെഫറൻസ് നമ്പേഴ്സുകൾ ഇട്ടുവരുന്നത്. ഓക്കെ, അതിനുശേഷം ആൻഡ് ബ്രിങ് ഓൾ ഡോക്യുമെന്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻടു ദ റിട്ടേൺഡ് റെക്കോർഡ്. അതിനുശേഷം ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ആ റീറ്റെയിൻ ചെയ്ത റെക്കോർഡിന്റെ കൂടെ എന്ത് ചെയ്യാണ്? അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? അപ്പൊ ഒരു മൾട്ടിപ്പിൾ റെക്കോർഡ്സ് വരുന്ന പേഷ്യന്റിന്റെ കേസുകളിൽ ഏത് രീതിയിലാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രയോറിറ്റി അനുസരിച്ചാണ്. ആ പ്രയോറിറ്റി ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ആണ് കേട്ടോ. ഈ റെക്കോർഡ്സ് വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. സപ്ലൈ ഓഫ് റെക്കോർഡ്സ്, നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കറിയാം അതൊരു ലീഗൽ റെക്കോർഡാണെന്നൊക്കെ നമുക്കറിയാം. പേഷ്യൻസിനും കൺസൾട്ടൻസിനും മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു റെക്കോർഡാണെന്ന് നമുക്കറിയാം. അപ്പോ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡിന്റെ സപ്ലൈ, അതിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നോക്കി വെക്കാം. അത് രണ്ടും സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടില്ലേ രണ്ടെണ്ണം, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, അതായത് MRD ഡിപ്പാർട്ട്മെന്റ്, ടു സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ദ ഓതറൈസ്ഡ് പേഴ്സൺ. അതായത് ഈ മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ആർക്കാണ് അതിന് ഉത്തരവാദിത്തം ഉള്ളത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ്. ആർക്കാണ്?
മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞപ്പോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് ഈ പറയുന്ന റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാൻ. അതും ആർക്ക്? ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അധികാരപ്പെട്ട വ്യക്തികൾ. എല്ലാവർക്കും അങ്ങനെ സപ്ലൈ ചെയ്യാൻ പാടില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ളത് MRD ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ എന്താണ്? പേഷ്യന്റ് കെയർ അല്ലെ. ഇപ്പൊ രോഗി പരിചരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർക്കോ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്കോ നമുക്ക് എന്ത് സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും? മെഡിക്കൽ റെക്കോർഡ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ആ മെഡിക്കൽ റെക്കോർഡ് ആ രോഗിയെ പറ്റിയിട്ടുള്ള എല്ലാ ബേസിക് ഇൻഫർമേഷൻസും അതിനകത്തുണ്ടായിട്ട് ഇപ്പൊ ഡോക്ടർക്ക് അത് നോക്കിക്കൊണ്ട് മാത്രമേ കൃത്യമായിട്ടുള്ള ഡിസിഷനും മറ്റും എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ പേഷ്യന്റ് കെയർ അല്ലെ, പേഷ്യന്റിന്റെ പരിചരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം? ഡോക്ടേഴ്സിനോ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞ മെഡിക്കോ ലീഗൽ കേസസ്. ശരിയല്ലേ? MLC കേസുകൾ വരുമ്പോ അപ്പൊ പോലീസ് അന്വേഷണം അല്ലെങ്കിൽ കോടതിയുടെ അന്വേഷണം ഒക്കെ ആവശ്യമായിട്ടുള്ള കേസുകളാണെങ്കിൽ അതിനൊരു പ്രൂഫ് എന്നുള്ള രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് എന്താണ്? മെഡിക്കൽ റെക്കോർഡുകളാണ് അല്ലെ. അപ്പൊ മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിപ്പോ ഒരു പോലീസിനോ അല്ലെങ്കിൽ ഒരു കോടതിക്കോ അങ്ങനെ എന്ത് കൊടുക്കാം? സപ്ലൈ ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പർപ്പസ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റുമൊക്കെ ഒരു കണക്കും കാര്യങ്ങളും കൃത്യതയൊക്കെ നോക്കുന്നതിനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നാലാമത്തെ എന്താണ്? ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ക്ലിനിക്കൽ മീറ്റിംഗ്സിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ ഇപ്പൊ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകൾ എന്തെങ്കിലും ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ അവരെന്തെങ്കിലും കോൺഫറൻസോ മറ്റെന്തെങ്കിലും സെമിനാറുകളോ മറ്റും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഗൈഡ് എന്നുള്ള രീതിയിൽ പാർട്ട് ഓഫ് ക്ലിനിക്കൽ മീറ്റിംഗ്സിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകൾ സപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം? പേഷ്യന്റ് കെയറിന്, മെഡിക്കോ ലീഗൽ പർപ്പസിന്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന്, ക്ലിനിക്കൽ മീറ്റിംഗ്സിനൊക്കെ ആയിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എന്ത് കാര്യങ്ങൾക്കാണ് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പൊ ആ പാടില്ലാത്ത സിറ്റുവേഷൻ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഇൻ ദ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. In the case of medical education and research, the records should not be sent out of the MRD. ഇത് രണ്ട് സാഹചര്യങ്ങളിൽ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെ സാഹചര്യങ്ങളാണ്? ഒന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു കാരണവശാൽ അതിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാൻ പാടില്ല? സപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉപയോഗിക്കുമ്പോൾ റിസർച്ചിന് ഉപയോഗിക്കുമ്പോൾ അതിലെ വിവരങ്ങൾ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ പല വിവരങ്ങളും പുറത്തോട്ട് എന്ത് ചെയ്യപ്പെടും? ലീക്കാവും അല്ലെ, പുറത്തോട്ട് വരും. അങ്ങനെ പുറത്തോട്ട് വരുന്നത് പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റിനെ ബാധിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് പറഞ്ഞത്? അപ്പൊ രണ്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട. ഏതൊക്കെ സാഹചര്യങ്ങളിൽ സപ്ലൈ ചെയ്യാം, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ കേട്ടോ. അതായത് MLC കേസുകളുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. There should be a central medico legal register retained in the accident and emergency department under the control of a chief medical officer. ലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കറിയാലോ ആക്സിഡന്റ് എമർജൻസി കേസ് എന്നൊക്കെ പറഞ്ഞ മെഡിക്കോ ലീഗൽ കേസുകളാണ്. അല്ലാതെ വരുന്ന ഇഷ്ടംപോലെ മെഡിക്കോ ലീഗൽ കേസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് വെക്കുന്നുണ്ട്? ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ വെക്കുന്നുണ്ട്. ആരുടെ കൺട്രോളിലാണ്? ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളിൽ. CMO എന്ന് പറയും കേട്ടോ. അപ്പൊ ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നമ്മൾ എന്ത് വെക്കുന്നുണ്ട്? മെഡിക്കോ ലീഗൽ രജിസ്റ്റർ വെക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ഓൾ മെഡിക്കോ ലീഗൽ കേസസ് അഡ്മിറ്റഡ് ഫ്രം കാഷ്വാലിറ്റി
outpatient and inpatient services must be registered in the Central Medico Legal Register. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ MLC കേസുകളും അതിപ്പോ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്നതാകട്ടെ, ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്നതാണെങ്കിലും ഇൻപേഷ്യന്റ് ആയിട്ട് കിടക്കുന്ന എന്ത് കേസും MLC അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് മെഡിക്കോ ലീഗൽ കേസുകളും നമ്മൾ ഈ പറഞ്ഞ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, റെക്കോർഡ് ചെയ്തിരിക്കണം. പിന്നെ എന്താണ്, എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് ഓൺ ഈച്ച് രജിസ്റ്റേർഡ് കേസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. അതിനുശേഷം നമ്മൾ ആ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മളൊരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അതിനോടൊപ്പം അഫിക്സ് ചെയ്യണം. എന്തിനാ നമ്മൾ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അതിനോടൊപ്പം ഒപ്പിച്ച് വെക്കുന്നത്? ആ കേസ് രജിസ്റ്റേർഡ് കേസ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ അവിടെ എന്ത് ചെയ്യും, ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് നമ്മൾ അഫിക്സ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ദ കംപ്ലീറ്റഡ് സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഹാസ് ടു ബി കെപ്റ്റ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ ആരുടെ കൈവശമാണ് സൂക്ഷിക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ, അത് ചോദിക്കാൻ നിങ്ങളോട്, അങ്ങനെ തന്നെ നേരിട്ട് ചോദിക്കാം. The completed central medico legal register has to be kept under the custody of the medical record officer. ന്റെ കീഴിലാണ് എന്ത് ചെയ്യേണ്ടത്, അത് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, all medico legal cases which are registered in the hospital should be intimated to the police through the hospital administrator to make sure that medico legal case records are completed. അതോടൊപ്പം നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന ആരെ അറിയിച്ചിരിക്കണം? പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം, പോലീസിനെ ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അത് നമുക്കറിയാലോ. ഇപ്പൊ MLC കേസ് നമ്മൾ ഓൾറെഡി എത്തിക്കൽ ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചതാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു കേസ് കൊണ്ടുവരികയാണ്, ഡോക്ടറിന്റെ പരിശോധനയിൽ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതൊരു MLC കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഉടനടി എവിടെ അറിയിക്കുന്നത്? പോലീസിനെ തന്നെ അറിയിക്കും, പോലീസിനെ ഇന്റിമേറ്റ് ചെയ്യും. പിന്നെ പോലീസ് വരും, അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും മറ്റും നടക്കും. ഓക്കെ, അടുത്തത് എന്താണ്, these have been kept under state custody of the responsible officer in the medical record department. ഈ പറയുന്ന എല്ലാ റെക്കോർഡുകളും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. റെസ്പോൺസിബിൾ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ കൈവശമാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ മെഡിക്കോ ലീഗൽ എന്താ പറയുക റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡിലെ ഇൻഫർമേഷനെ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണ് കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യത ഉറപ്പുവരുത്തണം. ഓക്കെ, നമ്മൾ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചതാണ്. പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഒരു പേഷ്യന്റിന്റെ സ്വകാര്യത ഉറപ്പുവരുത്താൻ നോക്കുക അല്ലെ. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ശരിക്കും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ, നമ്മുടെ മൗലിക അവകാശത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കോൺഫിഡൻഷ്യാലിറ്റി. മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ വെദർ ഇൻ ഓറൽ ഫോം ഓർ റിട്ടേൺ ഡോക്യുമെന്റേഷൻ relating to any identified patient is confidential. Accordingly, computer stored data information obtainable either in the form of medical records, disease and operation indexes, photographs,
Microfilms, videotapes, audio tapes, or other device used for these purposes should be treated as a confidential documents. അപ്പൊ വേറൊന്നുമില്ല, അതായത് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾ, ഹെൽത്ത് ഇൻഫർമേഷൻ, അതിപ്പോ ഒരു ഓറൽ ഫോമിലുള്ളതായിക്കോട്ടെ, അതായത് നമ്മള് വാക്കാലുള്ള പല കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടാവും, അതുകൂടാതെ റിട്ടേൺ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും അല്ലെ, കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഓറൽ ഫോമിലുള്ളതോ റിട്ടേൺ ഫോമിലുള്ളതോ ആയിക്കോട്ടെ, പേഷ്യന്റിന്റെ അത്തരം വിവരങ്ങള് തികച്ചും എന്തായിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഇപ്പൊ കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡാറ്റ ഇൻഫർമേഷൻ, ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിന്റെ വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് രൂപത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഡിസീസ് ആൻഡ് ഓപ്പറേഷൻ ഇൻഡെക്സ്, രോഗിയുടെ അസുഖങ്ങള്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ കാര്യങ്ങള്, അതുപോലെ അവരുടെ എന്താ പറയാ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ്സുകള്, ഫോട്ടോസ്, മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്പ്, ഓഡിയോ ടേപ്പ്, അങ്ങനെ അവരുടെ എന്താ പറയാ ചികിത്സയുമായിട്ട് ഈ ഒരു പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിവൈസസുകളെയും, എല്ലാ ഉപകരണങ്ങളും വരെ എന്തായിട്ട് കണക്കാക്കണം, രഹസ്യ രേഖകളായിട്ട് കണക്കാക്കിയിരിക്കണം. ഇപ്പൊ ഇന്നത്തെ സർജറി ഒക്കെ ചെയ്യുന്നവർക്ക് എന്താണ് വീഡിയോ വിളിച്ച് ഡിസ്കിലൊക്കെ ആക്കിയിട്ട് പേഷ്യൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സ് ആയിക്കോട്ടെ, മൈക്രോഫിലിംസ് ആയിക്കോട്ടെ, വീഡിയോ ഓഡിയോ സംവിധാനങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ എന്താണ് വളരെയധികം രഹസ്യാത്മക രേഖകളായിട്ട് കണക്കാക്കിയിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്ത നോക്കുക. സോ ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ പെർമിറ്റഡ് ടു ഡീൽ വിത്ത് സച്ച് ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ അത്തരം ഇൻഫർമേഷൻസ് അല്ലെ, പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമാണ് അധികാരം ഉണ്ടായിരിക്കുന്നത്. വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ മെഡിക്കൽ റെക്കോർഡിന്റെ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്, ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് പേഴ്സൺസ് അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കാം, ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ ദോസ് who are looking after the patient, അതായത് പേഷ്യന്റിനെ പരിപാലിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവര് തന്നെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? നോർമലി ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പേഴ്സണൽ ആൻഡ് ദ സ്റ്റാഫ് ഓഫ് ദ MRP. ഓർത്ത് വെക്കാണ്ട് ആരൊക്കെയാണ് ഓതറൈസ്ഡ് വ്യക്തികൾ എന്ന് പറഞ്ഞാല് മെഡിക്കൽ, അതായത് ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ അവരുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട പാരാമെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ്. ഇത്രയുമാണ് ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇവർക്ക് മാത്രമേ ആ ഒരു റെക്കോർഡിലെ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ആരൊക്കെയാണ്? ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫുകള്, ദെൻ സ്റ്റാഫ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി അടുത്തതും കൂടെ നോക്കാം നമുക്ക്. റിലീസ് ഓഫ് ഇൻഫർമേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇൻഫർമേഷൻ റിലീസ് ചെയ്യുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ഓതറൈസ്ഡ് സ്റ്റാഫുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയുള്ള വിവരങ്ങളെയാണ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എല്ലാ വിവരങ്ങളും എങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. ചില പ്രത്യേക വിവരങ്ങൾ മാത്രമേ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം, റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഫസ്റ്റ് വൺ കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസ്, പോയ്സണിങ്, അബോർഷൻ ഓർ കേസസ് ഇൻവോൾവിംഗ് ആക്സിഡൻസ്, സൂയിസൈഡ്സ് ആൻഡ് ഹോമിസൈഡ്സ് ഹാവ് ടു ഇന്റിമേറ്റഡ് ദ പോലീസ് ഓർ അതർ ലീഗൽ അതോറിറ്റീസ്. അതായത് ചുരുക്കി പറഞ്ഞ എന്താണ്? മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ, എംഎൽസി കേസുകളാണ് ഈ പറയുന്ന ഇൻജുറി, പോയ്സണിങ്, അബോർഷൻ, അതുപോലെ സൂയിസൈഡ്, ഹോമിസൈഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ എന്തിൽ വരുന്നതാ? മെഡിക്കോ ലീഗൽ കേസുകളിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ അത്തരം കേസുകൾ നമ്മൾ ഒളിച്ചു വെക്കുകയാണോ വേണ്ടത്? അല്ല, അങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട പോലീസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗൽ അതോറിറ്റീസിനെയോ അറിയിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം. റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ തോന്നിയ ആൾക്കാർക്കല്ല റിലീസ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഒരു പോലീസിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗൽ അതോറിറ്റിയോടോ എന്ത് ചെയ്തിരിക്കണം? ഇൻഫോം ചെയ്തിരിക്കണം. എന്നിട്ട് അങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ആണ്. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. അതുപോലെ തന്നെ പകരുന്ന അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ, അത്തരം വിവരങ്ങൾ നമുക്ക് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കോഴിക്കോട് ഇപ്പൊ നിപ്പ വന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ വരുമ്പോ
അങ്ങനെയൊക്കെ നമ്മൾ നിപ്പ റിപ്പോർട്ട് ചെയ്താൽ, കോവിഡ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാറുണ്ട്. അത് റിലീസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്താണ്, ആൾക്കാർക്കൊരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ കോഴിക്കോട് നിപ്പ എന്ന് പറയുന്ന വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത് പുറത്തോട്ട് വിട്ടു, ആ വിവരം റിലീസ് ചെയ്തത് കൊണ്ട് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി ഇരുന്നു. അതിനനുസരിച്ചുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തത് കൊണ്ടാണ് അത് അധികം വ്യാപിക്കാതെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ റിലീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് അത് ബന്ധപ്പെട്ട അധികാരികളെ എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചു. അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. പിന്നെ പറയുന്നത് ഇവന്റ്സുകളാണ്. എന്തൊക്കെ ഇവന്റ്സുകളാണ്? ബർത്ത്, ഡെത്ത്, ഫോയിറ്റൽ ഡെത്ത് that have to be reported to the civil registration authorities either directly or through the members of the family. അതുപോലെ തന്നെ ജനനം, മരണം, ശിശു മരണങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റികളെ നമ്മൾ അറിയിക്കണം. നമ്മൾ അവിടെ ജനനം വന്നു കഴിഞ്ഞാൽ ജനനം രജിസ്റ്റർ ചെയ്യും, മരണം രജിസ്റ്റർ ചെയ്യും. ഇനി ശിശു മരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ശിശുമരണ നിരക്കും മറ്റുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇവന്റുകൾ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആർക്ക് റിലീസ് ചെയ്യാൻ, നമുക്ക് സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയെ അറിയിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാതെ കേട്ടോ. പിന്നെന്താണ് പറയുന്നത്? കോർട്ട് ഓർഡർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ആൾസോ must provide information in response to a court order. ഒരു കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു, അതിന്റെ എന്തെങ്കിലും കേസിന്റെ കാര്യങ്ങൾക്കോ മറ്റോ ആയിട്ട് എന്തെങ്കിലും ഒരു കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത്തരം വിവരങ്ങൾ ഹോസ്പിറ്റൽ എന്ത് ചെയ്തിരിക്കണം, റിലീസ് ചെയ്തിരിക്കണം. ഈ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളൊരു പൊതുജനങ്ങളിലേക്ക് മറ്റുള്ള മാധ്യമങ്ങളിലേക്ക് അല്ല നമ്മൾ റിലീസ് ചെയ്യുന്നത്, ബന്ധപ്പെട്ട അധികാരികളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസുകൾ, ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്, ബർത്ത്, ഡെത്ത്, ഫോയിറ്റൽ ഡെത്ത് പോലുള്ള ഇവന്റുകൾ, കോർട്ട് ഓർഡറിനുള്ള റെസ്പോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാവുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് മനസ്സിലായോ? എളുപ്പമല്ലേ ഇതൊക്കെ? ഒരുപാട് എന്താ പറയാ, ഇത്തിരി കാര്യങ്ങളൊന്നും ഇല്ല, തലമുറയിൽ ചിന്തിക്കാൻ മാത്രമുള്ള കാര്യങ്ങളില്ല, വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടന്റ് പഠിക്കാൻ വേണ്ടി, ഇത്രയും നമ്മൾ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട കുറെ പോളിസികള്, പ്രൊസീജിയറുകള് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കണ്ടന്റുകളെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. എപ്പോഴും ഞാൻ വീണ്ടും പറയുമ്പോ നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. പക്ഷെ എപ്പോഴും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിർബന്ധമാണ്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. കാര്യം 3rd, 4th മൊഡ്യൂളിലെ ചാപ്റ്ററുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഫൈനൽ ഒരു എക്സാമിലോട്ട് വരുമ്പോ നമുക്കിനി അങ്ങനെ വരരുത്, ബുദ്ധിമുട്ട് വരരുത്. അതുകൊണ്ടാണ് പറയുന്നത് പഠിക്കുക, വായിക്കുക. നമ്മളിപ്പോ ഓരോ ടീച്ചേഴ്സും മാക്സിമം ഒരു ദിവസം 3 പേജസ് ഒക്കെ എടുക്കുന്നുള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാനായിട്ട് നിങ്ങൾക്ക് അധികം സമയം വേണ്ട. അതോടൊപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്ത് പോവുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അത് ശരി കേട്ടോ. താങ്ക് യു.